അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന വ്യക്തിത്വങ്ങളായി ഞങ്ങൾ രൂപപ്പെടുവാനും വേണ്ട വിധത്തില് ഈ നിമിഷം തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സ്വാഗത പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജിജോ അറയ്ക്കലിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഹോളി ഹോം മിനിസ്ട്രിയുടെ സെക്രട്ടറിയാണ്. ജിജോ ചേട്ടാ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഹോളി ഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അടിസ്ഥാന സുവിശേഷ നിത്യസത്യങ്ങൾക്ക് ശേഷമുള്ള ഒരു കോഴ്സ്, അത് ഹോളി ഹോം മിനിസ്ട്രി ഏറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി കെരീസോ എന്ന പേരിൽ ഇന്ന് ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നടത്തുക ഹോളി ഹോം മിനിസ്ട്രിയുടെ രക്ഷാധികാരിയും കണ്ണൂർ രൂപത അധ്യക്ഷനുമായ അഭിവന്യ അലക്സ് മുടക്കുന്തല പിതാവാണ്. പിതാവിനെ സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക്, ഈ കെരൂസോ കോഴ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പിതാവ് എത്തിയിട്ടില്ല, 9:30 മണിക്കാണ് എത്തുക. എങ്കിലും അഭിവന്യ പിതാവിനെ സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക്, ഇന്നത്തെ ഈ കെരൂസോയുടെ ഈ ക്ലാസിന്റെ ഉദ്ഘാടനത്തിനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ഉദ്ഘാടന മീറ്റിംഗിന്റെ അധ്യക്ഷൻ ഹോളി ഹോം മിനിസ്ട്രിയുടെ ചെയർമാൻ ഷിജു ജോസഫ്, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആശംസകൾ അർപ്പിക്കുവാനും ആമുഖ പ്രസംഗവും നടത്താനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. ആമുഖ പ്രസംഗത്തിനായിട്ട് എത്തിച്ചേരുന്ന റവറൻഡ് ഡോക്ടർ ജോഷി മയ്യാറ്റിലച്ചനെയും ഈ കൂട്ടായ്മയിലെ ഉദ്ഘാടന മീറ്റിംഗിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഹോളി ഹോം മിനിസ്ട്രിയുടെ ആനിമേറ്റർ കൂടിയായ എമ്മാനുവൽ അച്ഛൻ ഉണ്ട്. അച്ഛനെയും സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോളി ഹോം മിനിസ്ട്രിയുടെ റിസോഴ്സ് ടീം അംഗങ്ങളെ എല്ലാവരെയും, ചെയർമാനുണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷററുണ്ട്, അവരെല്ലാവരെയും സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. എല്ലാവരെയും ഒറ്റ വാക്കിൽ വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജിജോ ചേട്ടാ. നമ്മള് ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ഹോളി ഹോം മിനിസ്ട്രി ചെയർമാൻ ഷിജു ജോസഫ് ചേട്ടനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ കേൾക്കാലോ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പിതാവെ, ജോഷിയച്ച, എമ്മാനുവലച്ച, മറ്റ് ഏറ്റവും പ്രിയമുള്ള സ്നേഹിതരെ, നമ്മൾ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറുകയാണ്. കുടുംബങ്ങളുടെ സമഗ്ര വളർച്ചയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മിനിസ്ട്രി പ്രവർത്തിക്കുന്നത്. കുടുംബങ്ങളെ ദൈവരാജ്യമായി പണിതുയർത്താനും ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുന്ന വിധം ജീവന്റെ വിലയിൽ ആഴപ്പെട്ടു നിൽക്കാനും ആത്യന്തികമായി കുടുംബത്തെ മിഷണറി കുടുംബമാക്കി പരിശീലിപ്പിച്ച് വളർത്തിയെടുക്കാനുമാണല്ലോ നമ്മുടെ മിനിസ്ട്രി ലക്ഷ്യമാക്കുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണത്. ആ ദൗത്യത്തിലേക്കുള്ള വളർച്ചയിൽ ഈ ഒരു മിഷണറി പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. പല ബാച്ചുകളിലായി 10 ആഴ്ച വീതം നീണ്ടുനിന്ന അടിസ്ഥാന സുവിശേഷ പ്രഘോഷണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയവർ കൂടുതൽ ആഴത്തിൽ അതിലേക്ക് വളരാനായിട്ട് പരിശീലിക്കുന്ന ഒന്നാണ്. നമ്മൾ ഒരുമിച്ച് വരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് നമ്മുടെ ജീവിതങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നു, പഠിക്കുന്നു, അങ്ങനെ ദൈവരാജ്യം വളരുകയാണ്. ആദ്യമായി നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനൊരു കോഴ്സിലേക്ക് 35 ആഴ്ച തുടർച്ചയായി രാത്രി 9 മുതൽ 10 വരെ ആഴ്ചയിൽ എല്ലാ ബുധനാഴ്ചയും ഒരുമിച്ച് വരാനായിട്ടുള്ള നിങ്ങളുടെ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാർ, വൈദികർ, റിസോഴ്സ് ടീം എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്കെല്ലാം ഇത്തരത്തിൽ കർത്താവിനോടുള്ള സ്നേഹം, സഭയോടുള്ള സ്നേഹം, ദൈവരാജ്യം ലോകത്തിൽ സകല മനുഷ്യരുടെയും ജീവിതത്തിന്റെ ഭാഗമാകാനുള്ള താല്പര്യം, ഇതൊക്കെ നമ്മളിൽ ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് നമുക്ക് പ്രത്യേകിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മുടങ്ങാതെ ഈ 35 ആഴ്ചയും ഇതിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരസ്പരമുള്ള പങ്കുവെക്കലും ജീവിതവും ഒക്കെ വഴി കൂടുതൽ ഇതിനെ സജീവമാക്കാം. അങ്ങനെ നമ്മുടെ കുടുംബം മിഷണറി കുടുംബമാകട്ടെ, ശക്തമായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശുദ്ധരെ വളർത്തിയെടുക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ വളരാൻ ഇടയാകട്ടെ. നമ്മുടെ വീടുകളിൽ ഇരുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, ചെറുപ്പക്കാരൊക്കെ ഇതിന്റെ
സ്വാധീനത്തിൽ മുല്ലപ്പൂമുടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. ഈ വലിയ സൗരഭ്യത്തിൽ അവരെല്ലാവരും അത്തരത്തിൽ വലിയൊരു സുവിശേഷത്തിന്റെ സന്തോഷത്തിലേക്ക് വളരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ യേശുവിന്റെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 3 വോളിയമുള്ള പുസ്തകമാണ്. അതിന്റെ 2 വോളിയം വായിച്ചു. ഈശോയും ശിഷ്യന്മാരും ആ 3 വർഷക്കാലം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള ഈശോ ഇങ്ങനെ കൂടെ നടക്കുന്ന ഒരു ചിന്തയാണ്. അത് വായിച്ചു വന്നപ്പോൾ എന്റെ മനസ്സിൽ കിട്ടിയ ഒരു പ്രേരണ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ യാത്ര 35 ആഴ്ച അത് ഈശോയുടെ കൂടെ നടക്കുന്ന ഒരു യാത്രയാണ്. ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ഒരു യാത്രയാണ്. ഇതിൽ സഭയുടെ പ്രബോധനങ്ങളും പഠനങ്ങളും മുഴുവൻ, അപ്പൊ സഭ മുഴുവനോടും ചേർന്നുള്ള ഒരു യാത്രയാണ്. നമുക്ക് മുമ്പേ ദൈവരാജ്യമായി ജീവിച്ച് ദൈവരാജ്യത്തിൽ കടന്നു ചെന്ന വിശുദ്ധരോടൊപ്പമുള്ള ഒരു യാത്രയാണ്. അപ്പൊ നമ്മൾ മാത്രമല്ല ഈ യാത്രയിൽ ഉള്ളത്. അത് ത്രിയേക ദൈവമുണ്ട്, പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും നമ്മോടൊപ്പമുണ്ട്, സഭ മുഴുവനും, സഭയുടെ മുഴുവൻ സമ്പന്നതയും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ വിശുദ്ധരൊക്കെ നമ്മുടെ കൂടെ ഈ യാത്രയിൽ അനുയാത്ര ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. സ്വർഗസ്ഥനായ പിതാവ് എത്രയോ വലിയ സ്നേഹത്തോടെ നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അവിടുത്തെ കാരുണ്യം എത്രയോ വലുതാണ്. നിസാരരായ, ബലഹീനരായ, ദുർഭകരായ നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിൽ കൂടുതൽ സമ്പന്നമാക്കാൻ, കൂടുതൽ സ്നേഹത്തിൽ പ്രകാശിക്കാൻ, അങ്ങനെ സ്നേഹം കൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ, നമ്മുടെ ജീവിതം സ്നേഹത്തിന്റെ വലിയൊരു അഗ്നിവലയമാകാൻ ഈ ഒരു കോഴ്സ് നമ്മളെ തീർച്ചയായും നിശ്ചയമായും സഹായിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ദൈവസ്നേഹത്തിന് 10,000 മടങ്ങ് സൂര്യനേക്കാൾ പ്രഭയോടെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്തിന്റെ അഗ്നിയാൽ നാം ജ്വലിക്കാൻ, നമ്മളിൽ നിന്ന് ആ അഗ്നി നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സഭയിലേക്ക്, സമൂഹത്തിലേക്ക് വ്യാപിക്കാൻ ഈ കൂട്ടായ്മ, ഈ ഒരുമിച്ച് വരൽ, ഈ പഠനം നമ്മെ സഹായിക്കും. ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരും തെരഞ്ഞെടുത്ത ഈ വലിയ തെരഞ്ഞെടുപ്പിനെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും, ഒപ്പം പിതാക്കന്മാർ നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിനും പ്രിയപ്പെട്ട വൈദികർ നമ്മോട് കാണിക്കുന്ന വലിയ വാത്സല്യത്തിനും ടീമംഗങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന വലിയ താല്പര്യത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിന്, നിങ്ങൾക്ക് ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ദൈവം നമ്മെ എല്ലാം അവിടുത്തെ സ്നേഹത്തിൽ സമ്പന്നമാക്കട്ടെ. ആമേൻ. താങ്ക് യു ഷിജേട്ടൻ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ കോഴ്സ് ഒരു ആ വിലയിലേക്കുള്ള വളർച്ചയിൽ ഒരു നാഴികക്കല്ലായി തീരുമെന്ന്. ഇനി നമ്മോടൊപ്പം ആയിരിക്കുന്നത് നമ്മുടെ ആനിമേറ്റർ ബഹുമാനപ്പെട്ട ജോഷിയച്ചനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ കെരിസോ കോഴ്സിനെ കുറിച്ചൊരു ആമുഖമായി ഒന്ന് പറയുവാനായിട്ട് അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ. പ്രിയപ്പെട്ടവരെ, നമ്മള് വളരെ സുന്ദരമായ ഒരു സമയത്താണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു പ്രയാണം ആരംഭിക്കുകയാണ്, ഒന്നിച്ചുള്ള ഒരു പ്രയാണം ആരംഭിക്കുകയാണ്. ഇത് ഒരു സന്തോഷത്തിൻ്റെ പ്രയാണമാണ്. പ്രത്യേകിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്ന തിരുവചനമാണ് എനിക്ക് ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. നമുക്ക് യേശയ്യ 52 7 വാക്യമാണത്. പ്രത്യേകിച്ച് ഇസ്രായേൽ ജനം വലിയ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു അവസ്ഥ, അതാണ് 52-ാം അധ്യായത്തില് 40 മുതൽ 55 വരെയുള്ള ഭാഗം. അത് എക്സൈലില്, വിപ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന്റെ അവസ്ഥയാണ്. പക്ഷേ ആ അവസ്ഥയിൽ കഴിയുന്നവരോട് ഇതാ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു, നിങ്ങളുടെ തിരിച്ചുവരവ് റെഡിയായിരിക്കുന്നു, കർത്താവിതാ നിങ്ങളുടെ വിമോചകനായി നിങ്ങൾക്ക് മുന്നേ പോകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത, അത് സദ്വാർത്ത ആണ്. അത് നമുക്ക് 52:7 സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരം. സത്യത്തിൽ ഈ ഒരു കെരുസോ പരിശീലന പദ്ധതിയിലേക്ക്
നമ്മൾ പ്രവേശിക്കുന്നത് സത്യത്തിൽ വലിയ ഒരു പാദസൗന്ദര്യം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പാദങ്ങൾ എത്ര സുന്ദരമെന്ന് ബൈബിള് പറയുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, സുവിശേഷം പ്രഘോഷിക്കാനായി ഓടി നടക്കുന്ന മനുഷ്യര് അത് ചൂടിലൂടെയും തണുപ്പിലൂടെയും ചെളിയിലൂടെയും പുഴയിലൂടെയും ഒക്കെ നടക്കുന്ന മനുഷ്യര് തങ്ങളുടെ പാദം വല്ലാതെ വൃത്തികേടാക്കാറുണ്ട്. അത് ഒരുപക്ഷെ മുള്ളുകൊള്ളാറുണ്ട്. അവിടെ മിഷണറിമാരെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ പാദങ്ങളൊക്കെ വളരെയേറെ കർത്താവിന്റെ സുവിശേഷത്തിനു വേണ്ടി വളരെയേറെ മോശമായി തീർന്ന പാദങ്ങളാണ്, അഥവാ അഭംഗി ഏറ്റെടുത്ത പാദങ്ങളാണ്. പക്ഷേ സുവിശേഷം പറയുന്നു അത് എത്ര സുന്ദരങ്ങളാണ് ആ പാദങ്ങൾ എന്ന്. ഇത് തന്നെയാണ് നമുക്ക് റോമാക്കാർക്കുള്ള ലേഖനത്തില് 10-ാം അധ്യായത്തില് 15-ാം വാക്യത്തില് നമ്മൾ കാണുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. വളരെ രസകരമായ സ്റ്റേറ്റ്മെന്റാണ്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ നോക്കുക, 1 കൊറിന്തോസ് 9-ാം അധ്യായം 16-ാം വാക്യത്തില് പൗലോസ് പറഞ്ഞു വെക്കുകയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. എന്നിട്ട് പറയാണ്, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പോഴ് സുവിശേഷം പ്രസംഗിക്കുന്നവന്റെ പാദങ്ങൾ മലമുകളിൽ എത്ര സുന്ദരം എന്ന് യേശയ്യാ പറഞ്ഞു വയ്ക്കുന്നു. അത് ഉദ്ധരിച്ചുകൊണ്ട് റോമക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതാ കൊറിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ മറ്റൊരു രീതിയിൽ പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പ്രിയപ്പെട്ടവരെ, കെരുസോ എന്ന ഗ്രീക്ക് ക്രിയാപദത്തിന്റെ അർത്ഥം, കെരുസോ എന്ന ക്രിയാപദത്തിന്റെ അർത്ഥം ടു പ്രൊക്ലെയിം, ടു പ്രീച്ച്, ടു ഹെറാൾഡ് എന്നാണ്. ഞാന് നിങ്ങളെ ഈ ആമുഖത്തിൽ തന്നെ ഞാൻ ആദ്യത്തെ ആ ഒരു പ്രീച്ചിങ്ങിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ദ ഫസ്റ്റ് പ്രൊക്ലമേഷൻ ഏതായിരുന്നു? നമുക്ക് കാണാവുന്ന ഒരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള പ്രൊക്ലമേഷൻ ഏതായിരുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ്. പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം തൊട്ടു പിന്നാലെ ആത്മനിറവോടെയുള്ള സുവിശേഷ പ്രഘോഷണം വിശുദ്ധ പത്രോസ് നടത്തിയത് 2-ാം അധ്യായത്തില് നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തില് നമ്മൾ കാണുകയാണ്. വളരെ സുന്ദരമാണത്. അത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈബിള് കയ്യിലുള്ളവര് ആ ഭാഗം ഒന്നെടുക്കുക. അപ്പോസ്തല പ്രവർത്തനത്തില് 2-ാം അധ്യായത്തില് പത്രോസിന്റെ പ്രസംഗം. അവിടെ ആദ്യം നമുക്ക് 21 വരെയുള്ള വാക്യങ്ങളില് പത്രോസ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നു ഇവരെല്ലാവരും കുടിച്ച് മത്തരായി എന്നാണോ നിങ്ങളുടെ വിചാരം, അല്ലേ? പക്ഷെ അങ്ങനെയല്ലല്ലോ, സമയമൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരുക്കുകയാണ്. എന്നിട്ട് പ്രഘോഷണം ആരംഭിക്കുന്നു 22-ാം വാക്യത്തില്. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? 22-ാം വാക്യത്തില് ഒരാള് ട്രാൻസ്ലേറ്റർ വായിച്ചോ. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രാനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം തന്നെ പത്രോസ് പറയുന്നത് ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, കെരുസോ എന്നാൽ അടിസ്ഥാനപരമായി ഏതെങ്കിലും ആശയം പറച്ചിലോ ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണം പറച്ചിലോ അല്ല. അടിസ്ഥാനപരമായി എന്താണ് കെരുസോ ചെയ്യേണ്ടത്? ഞാൻ എന്താണ് പ്രഘോഷിക്കുന്നത്? യേശു ക്രിസ്തുവിനെയാണ്. അതുകൊണ്ട്
കെരുസോയുടെ മുഖ്യമായ ഫോക്കസ് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഈശോയാണ്. അത് തന്നെയാണ് ഫസ്റ്റ് സെന്റൻസിൽ പത്രോസ് ചെയ്യുന്നത്, ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ഓഫ് ജീസസ്. തുടർന്ന് വായിക്കാമോ ഫ്രണ്ട്സ്? അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിക്കും പൂർവ്വജ്ഞാനത്തിനും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്നു. അവിടെ 23-ാം വാക്യത്തില് നമ്മൾ കാണുകയാണ്, അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച്. അപ്പൊ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും പുത്രൻ തമ്പുരാന്റെ, ത്രിയേക ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന്റെ മനുഷ്യാവതാരവും, ആ മനുഷ്യാവതാരം അതാണ് നമ്മൾ വിളിക്കുന്നത് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളും എല്ലാം ദൈവത്തിന്റെ നിശ്ചിത പദ്ധതി അനുസരിച്ചാണ്, പൂർവജ്ഞാനം അനുസരിച്ചാണ്. എവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ ഈ നിശ്ചിത പദ്ധതി കാണാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിലൂടെയുള്ള സകല മനുഷ്യരുടെയും രക്ഷ, ആ പദ്ധതി ആദ്യമായിട്ട് നമുക്ക് ബൈബിളിൽ എവിടെയാണ് കാണാൻ കഴിയുന്നത്? അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പാപം ചെയ്ത് ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ആദവും ഹവ്വയും അവരെ പരാജയപ്പെടുത്തിയതിന്റെ, അവരെ അടിപ്പെടുത്തിയതിന്റെ സന്തോഷത്തോടുകൂടി പത്തി വിടർത്തിയാടുന്ന പാമ്പ്, അവിടെയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ദൈവം വെളിപ്പെടുത്തിയത്. ഞാൻ വിളിക്കും അതിനെ രക്ഷാ ആംബുലൻസ്. ഓടിയെത്തുകയാണ്, അവിടെ മുറിവേറ്റ് കിടക്കുന്നു, മനുഷ്യൻ മുറിവേറ്റു. പാപത്തിന്റെ മുറിവേറ്റ മനുഷ്യനെ ദൈവം ആദ്യം തന്നെ പ്രൊക്ലെയിം ചെയ്യുകയാണ്. നിനക്കും, ആര് സാത്താനോടാ പറയുന്നത്, സർപ്പത്തോടാ പറയുന്നേ, നിനക്കും സ്ത്രീക്കും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, സന്തതി സാത്താന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ സർപ്പത്തിന്റെ അഥവാ സാത്താന്റെ തല തകർത്ത് മനുഷ്യരെ രക്ഷിക്കുന്ന ആ ഉദ്യമത്തിൽ രക്ഷകനായ സന്തതിയുടെ കുതികാലിൽ പരിക്കേൽക്കും. പരിക്കേൽക്കണം, അല്ലാതെ നിവൃത്തിയില്ല. അത് വ്യക്തമായും ഉൽപ്പത്തി 3:15 ഫസ്റ്റ് ഗോസ്പൽ എന്ന് വിളിക്കപ്പെടുന്ന ഉൽപ്പത്തി 3:15 നമുക്ക് കാണാൻ കഴിയുകയാണ്. ദാ ഇവിടെ പത്രോസ് പറയുന്നതിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. പത്രോസ് പറയുന്ന ഈ 2:23 വായിക്കാമോ ഫ്രണ്ട്സ്? ഒരിക്കൽ കൂടി അത് ഒന്നുകൂടി വായിച്ചിട്ട് മുന്നോട്ട് പോകാം. അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ ക്രൂശിൽ തറച്ച് കൊന്നു. വായിക്കാം. അപ്പോ യേശുവിന്റെ മരണം പ്രഖ്യാപിക്കുക. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും പ്രഘോഷിക്കുകയാണ് പത്രോസ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആദ്യത്തെ കെരിഗ്മ, ഇതാണ് കെരുസോ. പത്രോസ് നടത്തുന്ന കെരുസോ ആണ്. ആത്മനിറവോടുകൂടി പത്രോസ് നടത്തുന്ന പ്രബോധനം, പത്രോസ് നടത്തുന്ന സുവിശേഷ പ്രഘോഷണം വ്യക്തിയെയാണ് പ്രഘോഷിക്കുന്നത്. യേശു ക്രിസ്തു എന്ന വ്യക്തിയെ, ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിനെ. ചിലപ്പോഴെങ്കിലും ഈശോയെ കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനം ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ തന്നെ ഇല്ലാതാക്കി കളയുന്ന ടെൻഡൻസി പലർക്കും ഉണ്ട്. പറഞ്ഞു വരുമ്പോഴേക്കും അവസാനം ഒരു ബുദ്ധിസത്തിന്റെ ലെവലിലും ഒക്കെ അങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രഘോഷിക്കാനുള്ളത് ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിനെ തന്നെ. ആ ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിന്റെ
പ്രബോധനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും അവിടുത്തെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളിലൂടെയും ആണ് മനുഷ്യര് രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് രക്ഷയുടെ കാരണമായിട്ടുള്ളത് ഈ ചരിത്രപുരുഷനായ യേശുക്രിസ്തു. അതാണ് അദ്ദേഹം പ്രഘോഷിക്കുന്നത്. തുടർന്ന് വായിക്കാമോ? ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. എന്റെ ഹൃദയം തുടരാം. എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് സ്തോത്രം ആലപിച്ചു. എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. അടുത്തതും കൂടി വായിച്ചോ, 28 കൂടി വായിച്ചോളൂ. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. അവന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. നോക്കൂ, ഇതെല്ലാം ഈശോയുടെ ഉയിർപ്പിനെ കുറിച്ചാണ് ഈ ഭാഗം മുഴുവനും പറയുന്നത്. തുടർന്ന് വരുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ഈശോയുടെ ഉയിർപ്പിനെ വളരെ കാര്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണ്. അപ്പോ നോക്കൂ, 32 നോക്കുക. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, ഞങ്ങൾ എല്ലാവരും അതിനു സാക്ഷികളാണ്. യേശു ഉയർത്തിരിക്കുന്നു, അതിന് സാക്ഷികളാണ്. പ്രഘോഷണമാണ്. പെന്തക്കോസ്താ ദിനത്തിലുള്ള പത്രോസിന്റെ പ്രഘോഷണമാണ്. ഇനി അടുത്തത് 33 മുതലുള്ള വാക്യം. ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർപ്പിക്കപ്പെടുകയും പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം നാം സ്വീകരിക്കുകയും ചെയ്തു. അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് ഈശോ ഉയർത്തപ്പെട്ടു. ഈശോ പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടെ വാഴുന്നു. നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് വാഴുന്നു. ഭൂമിയിലെ സഭയ്ക്ക് ഇതാ ശിരസ്, ഭൂമിയിലെ സഭ ശരീരമാണെങ്കിൽ ശിരസ് സ്വർഗത്തിലാണ്. സഭയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമി സ്വന്തമാക്കി മാറ്റിയ അവിടുന്ന് ഇതാ ലോകത്തിനു വേണ്ടിയും പിതാവിന്റെ മുമ്പിൽ വലിയ മാധ്യസ്ഥ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കൂ, പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ഈശോ പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നോക്കൂ, ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാനായി പത്രോസ് പോകുന്ന വഴികൾ നോക്കുക. വളരെ ഭംഗിയായി ഈശോ എന്ന ആ കെരിഗ്മയുടെ കേന്ദ്രത്തെ, ഈശോ എന്ന വ്യക്തിയെ, ചരിത്രപുരുഷനായ വ്യക്തിയെ, അവിടുത്തെ പീഡാസഹന മരണങ്ങളെ, അവിടുത്തെ ഉത്ഥാനത്തെ, അവിടുത്തെ പിതാവിന്റെ പക്കലേക്കുള്ള ആരോഹണത്തെ, പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് മാധ്യസ്ഥ്യം വഹിക്കുന്ന അവിടുത്തെ പ്രവൃത്തിയെ, അങ്ങനെ മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് അവിടുന്ന് വർഷിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒക്കെ ഈ ആദ്യത്തെ പ്രഘോഷണത്തിലൂടെ പത്രോസ് വ്യക്തമാക്കുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും സുന്ദരമായ കാര്യം. ഇനി മുന്നോട്ട് പോവുക. ഒന്ന് തുടർന്ന് വായിക്കാവോ ചേട്ടാ? ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല, എങ്കിലും അവൻ പറയുന്നു, എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലതുഭാഗത്ത് ഭൂമിഷ്ഠനാകുക. അതിനാൽ നിങ്ങൾ ക്രൂശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വെക്കാണ്. ഇതാ പീഡകൾ സഹിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു കർത്താവാണ്. ഇതാണ് പ്രഘോഷമാണ്. കർത്താവ്, അവിടുന്ന് ലോർഡ്, ഹി ഈസ് ദ ലോർഡ്. യേശു കർത്താവാണ്. അതാണ് അവിടുത്തെ പ്രഘോഷണം. നോക്കൂ, അപ്പോൾ യേശു കർത്താവാണ്, യേശു ക്രിസ്തുവാണ്. ക്രിസ്തു എന്നാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. അവിടെ എല്ലാം ഈശോയുടെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളുടെയൊക്കെ സൂചന ക്രിസ്തു പ്രയോഗത്തിലുണ്ട്. എന്നാൽ കർത്താവ് എന്ന പ്രയോഗത്തിൽ യേശുവിന്റെ ദൈവത്വവും യേശുവിന്റെ രാജത്വവും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ രാജ്യത്തിലേക്ക് നീ നിന്നെ തന്നെ അതിന്റെ പ്രജയാക്കി മാറ്റുന്നുവോ?
അതാണ് തുടർന്ന് വരുന്നത്. അപ്പോൾ നാട്ടുകാർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം? കൺസെപ്റ്റ് അടുത്ത് ഒന്ന് വായിക്കാമോ? 38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഓക്കെ, തുടർന്നോളൂ. പാപമോചനത്തിനായ എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം നിങ്ങൾക്ക് ലഭിക്കും. വളരെ സുന്ദരമായി കെരിഗ്മ മുന്നോട്ട് പോവുകയാണ്. അവിടെ പറയുന്നു അനുതപിക്കുവിൻ, മാനസാന്തരം. മാനസാന്തരത്തിലേക്ക് ലക്ഷണമാണ് പ്രിയപ്പെട്ടവരെ. കെരിഗ്മയുടെ സുന്ദരമായ ഒരു മോഡൽ കാണാൻ ആദ്യത്തെ പത്രോസിന്റെ പ്രസംഗം, ആത്മനിറവോടുകൂടിയുള്ള പത്രോസിന്റെ പ്രസംഗം നമ്മളൊന്ന് കേട്ടാൽ മതി, അതൊന്ന് ഗൗരവമായി ധ്യാനിച്ചാൽ മതി. വലിയ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നീട് തുടർന്നുള്ളതും കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്നൊന്ന് വായിച്ചോളൂ. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോഴ് നോക്കൂ, എല്ലാവർക്കും ഉള്ളതാണിത്. ഇതാണ് അതിന്റെ സുന്ദരമായ കാര്യം. ഈ വാഗ്ദാനം എല്ലാവർക്കും ഉള്ളതാണ്. രക്ഷയുടെ വാഗ്ദാനം, യേശു ക്രിസ്തുവിലൂടെ നിറവേറ്റിയ ആ രക്ഷാ വാഗ്ദാനം ഇതെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കെരുസോ ചെയ്യുന്നത്. പിതാവ് എത്തി എന്ന് കാണുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനിയുള്ള എല്ലാ ആഴ്ചയിലും എല്ലാവരും കൃത്യമായിട്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് വലിയ പ്രഘോഷണത്തിന്റെ വലിയ ഉണർവ് സ്വന്തമാക്കിക്കൊണ്ട് പത്രോസിന്റെ ഈ പ്രഘോഷണത്തിലെ ഉള്ളടക്കങ്ങൾ മുഴുവൻ സ്വാംശീകരിച്ചുകൊണ്ട് കൂടുതൽ ആഴപ്പെടുന്ന പ്രബോധനങ്ങളൊക്കെ ഈ ആഴ്ചകളിലൊക്കെ കേട്ടുകൊണ്ട് വളരെ സുന്ദരമായി കെരുസോ എന്റെ കെരുസോ ആയി മാറ്റാൻ, നമ്മുടെ ഓരോരുത്തരുടെയും കെരുസോ ആയി മാറ്റാൻ, പ്രഘോഷണമായി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജോഷച്ച. പ്രിയപ്പെട്ടവരെ, സ്നേഹബഹുമാനപ്പെട്ട അലക്സ് വടക്കുംതല പിതാവ് നമ്മുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹം ഈ കോഴ്സിന്റെ ഉദ്ഘാടനത്തിനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവേ. പ്രിയപ്പെട്ട ജോഷിയച്ച, ഈ ഗ്രൂപ്പിലുള്ള പ്രിയമുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, താമസിച്ച് ഞാൻ കയറിയതിന് ക്ഷമിക്കണം. ഞാൻ നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായി. വേറൊരു മീറ്റിംഗ് അത് 8:15 തീർന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ 8:30 ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറെ സന്തോഷം ഈ കെറൂസോയിൽ ഇത്രയും പേര് താല്പര്യത്തോടുകൂടെ പങ്കെടുക്കുകയും എല്ലാ ബുധനാഴ്ചകളിലും ഇപ്രകാരം ഈ പല സെഷനിൽ ജോഷി മയ്യാറ്റിലച്ചൻ്റെ വളരെ പ്രൗഢമായ ഒരു ക്ലാസ് നമ്മൾ ശ്രവിച്ചു. അതിനേക്കാൾ കൂടുതൽ കൂട്ടിച്ചേർക്കാനുണ്ടോ എന്ന് സംശയം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം തന്നെ നമ്മൾ കാണുന്നത് ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്നാണ് പറഞ്ഞത്. അതോടുകൂടി ചേർക്കുന്നത് ഇതാണ്: യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ കർത്താവിൻ്റെ ഈ ലോകത്തിലുള്ള ഏറ്റവും അവസാനത്തെ ശിഷ്യന്മാരോട് നേരിട്ട് പറഞ്ഞ വാക്യം ഇതാണ്. അവിടുത്തെ ഒരു അന്തിമ അഭിലാഷം, ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുക. ഇത് നമ്മളുടെ ശിഷ്യന്മാരുടെ ആ ദൗത്യത്തിലൂടെ ശിഷ്യന്മാരിൽ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള വലിയൊരു ദൗത്യമാണ്. കർത്താവ് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് തൻ്റെ ദൗത്യം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. അങ്ങനെ ഇസയാസ് ദീർഘദർശിയുടെ ആ ചുരുളെടുത്ത് വായിച്ചുകൊണ്ടാണ് കർത്താവ് തന്നെ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതും ഈ പ്രഘോഷണത്തിൻ്റെ വലിയ ആവശ്യകത വ്യക്തമാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ എന്നെ എപ്പോഴും വളരെ ശ്രദ്ധിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഇതാണ് വിധക്കാരൻ്റെ ഉപമ.
വിതക്കാരൻ വിതക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് കർത്താവ് തുടങ്ങുന്ന ആ ഉപമയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ വിതക്കാരൻ എത്ര ഒരു ശ്രദ്ധയില്ലാത്ത ഒരു വിതക്കാരനാണ്. കാരണം എനിക്കറിയാം, ഞങ്ങൾ ഈ കൊച്ചുനാളിലേക്ക് ഈ വീട്ടില് അപ്പച്ചൻ കാര്യസ്ഥ അധ്യാപകനാണെങ്കിലും വീട്ടിലെ ഈ എല്ലാ വർഷവും ആ കാലഘട്ടങ്ങളിലൊക്കെ പൊക്കാളി കൃഷി ഉണ്ടാവുമായിരുന്നു. അത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഈ പൊക്കാളി വിത്ത് അത് ആദ്യം വെള്ളത്തിൽ ഇടുന്നതും, അത് പ്രത്യേകിച്ച് പത്താഴത്തിലൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അറയിലാണ് ഈ വിത്തിനു വേണ്ടിയുള്ള നെല്ല് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് എടുക്കുന്നതിന് മുൻപ് എല്ലാവരും പ്രാർത്ഥിച്ചും ജപമാലയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പത്താഴത്തിൽ നിന്ന് വിത്തെടുത്ത് വെള്ളത്തിലിടുന്നത്. ആ ദിവസങ്ങളിലുമൊക്കെ വളരെ പ്രാർത്ഥനയിൽ തന്നെയാണ്. അതിനുശേഷം ആ വെള്ളത്തിൽ വലിയ കൊട്ടളത്തിലും ചെമ്പിലൊക്കെ ഇട്ടിരിക്കുന്ന ആ വെള്ളത്തിലുള്ള വിത്തെടുത്തിട്ടും അത് കൊട്ടയിലൊക്കെ ഇങ്ങനെ വയ്ക്കും. അതും സൂക്ഷിക്കുന്നത് വളരെ പരിഭാവനമായിട്ടുള്ള ഒരു ആചാരം പോലെയാണ്, ഒരു അനുഷ്ഠാനം പോലെയാണ്. അതിനുശേഷം ഈ കൊട്ടയിൽ നിന്നുമുള്ള വന്ന ഓരോ നെൽവിത്തും ഇങ്ങനെ വേർതിരിച്ചെടുക്കും. അത് ഈ പ്രത്യേകമായിട്ടുള്ള പുതിയ കൊട്ടയിലേക്ക് പകർന്നിട്ടാണ് ഇത് പാകാനായിട്ട് അല്ലെങ്കിൽ വിതയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഞങ്ങളെ കൊണ്ടും കുറേശ്ശെ ഈ വിത്ത് അതിൽ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിത്തിൽ ഇങ്ങനെ ഒരു കോലം കൊട്ട പോലത്തെ ഉണ്ട്. ആ കൊട്ടയിലാണ് ഈ വിത്ത് വെക്കുന്നത്. കാരണം ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഈ കൊട്ടയിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ ഒരു വാലൻ കൊട്ട, ആ വാല് ഉള്ളത് കൊണ്ട് ഒരു വിത്ത് പോലും താഴ്ത്തി വീഴില്ല. വളരെ സൂക്ഷിച്ചാണ് ഇടുന്നത്. ഇങ്ങനെ വലിച്ചെറിയുന്നല്ലോ, വളരെ ആ പോകുന്നതൊക്കെ വീട്ടിലെല്ലാവരും നിന്ന് കർത്താവിൻ്റെ ആ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുകൂലമായ കാലാവസ്ഥ വരണേ, നല്ല വിളവ് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ്. അതിന് ആ ഒരു പഴയ പ്രാർത്ഥന പുസ്തകത്തിൽ ഒരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. പിന്നീട് അങ്ങനെ ആ വിത്ത് വിതയ്ക്കുന്നതും എല്ലാം എന്തൊരു ശ്രദ്ധയോടുകൂടിയാണ്. പക്ഷേ ഇവിടെ കർത്താവ് പറഞ്ഞ ആ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 4 മുതലുള്ള വചനങ്ങളിൽ കാണുന്നത്, കുറേ വിത്ത് ഇതാ വഴിയരികിൽ വീഴുന്നു, കുറച്ച് പാറമേൽ വീഴുന്നു, കുറച്ച് മുൾച്ചെടിയുടെ വീഴുന്നു, അവസാനം ബാക്കിയുള്ളത് നല്ല നിലത്ത്, അവിടെ 100 മേനി വിളയും ചെയ്തു. അപ്പൊ എന്നെ സംശയിച്ചിരുന്നാണ്, ഇതെന്തൊരു കെയർലെസ് ആയിട്ടുള്ള, ശ്രദ്ധയില്ലാത്ത, ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു വിധക്കാരനാണ് ഇയാൾ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ആന്തരികാർത്ഥം? മറ്റ് ജോഷിച്ചനൊക്കെ ചിലപ്പോൾ അതിനേക്കാൾ വളരെ ആധികാരികമായിട്ടുള്ള വ്യാഖ്യാനം തരുമെങ്കിലും എൻ്റെ കൊച്ചു മനസ്സിൽ പണ്ട് പോലെ ഉണ്ടായിരുന്ന ഇതാണ്: വിത്ത് എല്ലായിടത്തും വിതയ്ക്കപ്പെടണം. അത് ഇങ്ങനെ ഈ ആളുകൾ വന്നും പോയും നിൽക്കുന്ന ഒരു ചന്ത മനസ്സുള്ള വ്യക്തികളുടെയും ഹൃദയത്തിൽ വേണം. അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഈ പ്രയാസങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു അനങ്ങാപ്പാറ പോലെയുള്ള ജീവിതങ്ങളിൽ ഈ പാറ പോലെ മനസ്സുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതുമല്ലെങ്കിൽ ഇങ്ങനെ ഈ മുരുക്ക് പോലെ അല്ലെങ്കിൽ മുള്ളു നിറഞ്ഞ ജീവിതം ഉണ്ടല്ലോ, എപ്പോഴും അസ്വസ്ഥതയും വഴക്കും ദേഷ്യമൊക്കെ പിടിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ. അങ്ങനെ എല്ലാ ഹൃദയങ്ങളിലും വിത്ത് വിതയ്ക്കപ്പെടണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു വിതക്കാരൻ ഈ വിത്ത് വഴിയരികിലും പാറമേലും പിന്നെ അതേപോലെ തന്നെ മുൾച്ചെടിയിലൊക്കെ വിതയ്ക്കപ്പെടുന്ന എനിക്ക് തോന്നാറുണ്ട്. നമ്മളുടെയും ഉത്തരവാദിത്വം ഇതാണ്. എല്ലാവരിലേക്കും ഈ വചനം പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. 119-ാം സങ്കീർത്തനം അതിൻ്റെ 105-ാം വാക്യം ഇതല്ലേ: അങ്ങേ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ വെളിച്ചവുമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രധാനപ്പെട്ടാണെന്ന് നമുക്കറിയാം. എന്തെങ്കിലും അസ്വസ്ഥതയുടെയും പ്രയാസത്തിൻ്റെയൊക്കെ നിമിഷത്തിൽ ആ വചനം നമുക്ക് എന്തൊരു വലിയൊരു ആശ്വാസമാണ്. ഇങ്ങനെ ഇരുളും ആയിത്തീരുമ്പോൾ, ആകെ ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലൊക്കെ ആകുമ്പോൾ ആ വചനം എടുത്ത് വായിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ പാദത്തിന് വിളക്കും പാതയിൽ വെളിച്ചമായി, അറിയാതെ എങ്ങനെന്നോ ഒരു പ്രകാശം ഈ വചനം കേൾക്കുന്നത് പോലെ ഒന്നല്ല. ഈ വചനം ഒരിക്കലും കേട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആസ്വാദനം നമ്മൾ മാത്രം വെക്കാനുള്ളതല്ല, മറ്റുള്ളവരിലേക്ക് പകരണം. അത് തീർച്ചയായിട്ടും അത് ഈ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ അസീസിയിലെ ഫ്രാൻസിസിനെ ഉദ്ധരിച്ചു പറയുന്നുണ്ട്, ആവശ്യമെങ്കിൽ വാക്കുകളിലൂടെ. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൂടെയുള്ള ഒരു പ്രഘോഷണമാണ് കൂടുതൽ കരണീയമായിട്ടുള്ളത്.
ഈ ബെനഡിക്ട് 16 പാപ്പ അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള വെർബും ഡോമിനി, അതായത് കർത്താവിൻ്റെ വചനം എന്നുള്ള പ്രബോധനത്തിൽ പറയുന്നത്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ദ ട്രൂ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ദാറ്റ് nourishes and sustains our life in this world എന്നാണ്. ഇത് നമുക്ക് ആവശ്യമാണ്. ഇതേപോലെ തന്നെ ഈ വചനം മറ്റുള്ളവരുടെയും ജീവിതത്തിൽ അത് കൂടുതൽ പോഷണം ഏകാൻ വേണ്ടി ഈ വചനത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതാണ്. അതിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അത് നമുക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ വചനം അതിൻ്റെ ആ ഊർജ്ജസ്വലത നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ വചനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് അറിയാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനവും കൊണ്ടാണ്. അപ്പം നമുക്ക് ഈ വചനം വ്യക്തിഗതമായിട്ട് ജീവിതത്തിൽ ആവശ്യമാണ്. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരാൻ നമ്മുടെ ജീവിതം കൊണ്ട്, ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ വചനം വഴിയും പകർന്നു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഫ്രാൻസിസ് പാപ്പയാണ് പറഞ്ഞത്, ദ ബൈബിൾ ഈസ് നോട്ട് മെൻറ്റ് ടു ബി പ്ലേസ്ഡ് ഓൺ എ ഷെൽഫ്. ഇങ്ങനെ ഷെൽഫിൽ സൂക്ഷിച്ച പൊടി, ചില ആളുടെ അടുത്ത് പല വേർഷനൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്നത് എനിക്കറിയാം. ബൈബിൾ ഈസ് നോട്ട് മെൻറ്റ് ടു ബി പ്ലേസ്ഡ് ഓൺ എ ഷെൽഫ്, ഇങ്ങനെ ഷെൽഫിൽ വെക്കാനുള്ളതല്ല, ബട്ട് ടു ബി ഇൻ അവർ ഹാൻഡ്സ്, to be read often, every day, both on our own, എല്ലാ ദിവസവും എപ്പോഴും വായിക്കാനുള്ളതും, അത് ഒരുമിച്ചും ഒറ്റയ്ക്കും മറ്റുള്ളവർ ഒരുമിച്ചും ഒക്കെ വായിക്കാനുള്ളതാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഈ വചനത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും പേര് ഈ താല്പര്യമെടുത്ത് വരുമ്പോൾ, അതിന് എന്നെ കാണുമ്പോൾ വളരെയേറെ അഭിമാനമുണ്ട്. നമുക്ക് ഈ വചനം കൂടുതൽ ധ്യാനിക്കാനും അതിനെപ്പറ്റി പഠിക്കാനും പ്രഘോഷിക്കാനും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വഴി, ജീവിതത്തിൻ്റെ സാക്ഷ്യം വഴി, അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ നമ്മുടെ പ്രഘോഷണം വഴിയൊക്കെ വരട്ടെ, അങ്ങനെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ. നേരത്തെ ജോഷിയച്ചൻ ഈ കെറീസോ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു. നമുക്ക് പ്രഘോഷിക്കാനുള്ള, ടു പ്രൊക്ലെയിം ആൻഡ് ടു പ്രീച്ച് എന്നുള്ള വിധത്തിൽ നമ്മുടെ ജീവിതം വഴി നമുക്ക് ഈ വചനം കൂടുതൽ സ്വന്തമാക്കാനായിട്ടും അത് സാക്ഷ്യപ്പെടുത്താനും ഒക്കെ കൂടുതൽ സഹായമാകുന്ന സെഷനുകളാകട്ടെ. ഞാൻ അധികം നീട്ടി പറയാൻ പാടില്ല. ഇതിനു മുൻപ് തന്നെ പല ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഈ സെഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പിതാവേ, ഒരു ആശീർവാദങ്ങൾ തന്നിട്ട് പോകാമോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ വചനം മാംസമായി ഞങ്ങളുടെ ഇടയിൽ കൂടാരമടിച്ച് ഞങ്ങളോടൊപ്പം വസിക്കുന്ന വചനമാണ്. ആ വചനം ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു, അനുഗ്രഹിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, കരുത്തു പകരുന്നു, വിമോചിപ്പിക്കുന്നു. ആ വചനം ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ എല്ലാവിധത്തിലും അനുഗ്രഹപ്രദമായി മാറ്റാൻ, ഞങ്ങൾ ആ വചനം കൂടുതൽ വായിക്കാൻ, വിചിന്തനം ചെയ്യാൻ, ഞങ്ങളുടെ ജീവിതം വഴി, ജീവിതത്തിൻ്റെ സാക്ഷ്യം വഴി പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തിൻ്റെ മാതാവേ, പരിശുദ്ധാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം സ്വർഗസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളിലൂടെയും അനുദിനം വചനം മാംസമാകുവാൻ ഇടയാക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളെ വാത്സല്യപൂർവ്വം പരിഗണിക്കുകയും ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുവാനുള്ള സന്മനസ് കാണിക്കുകയും ചെയ്തതിന് പിതാവിനെ പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫ്രാൻസിസ്.
നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു പാനൽ സെക്ഷൻ ആണ്. പാനൽ സെക്ഷൻ നയിക്കുന്നത് ഷിബു ജോസഫ് ചേട്ടനാണ്. ഒപ്പം ആ പാനലില് നമ്മോടൊപ്പം ഉള്ളത് മാണിച്ചേട്ടൻ, ജോൺസൺ, ഓമൽ പീറ്റർ, മിഖ ഫ്രാൻസിസ് എന്നിവരാണ്. നമുക്ക് സെഷൻ ശ്രമിക്കുന്നതിന് വേണ്ടി ഒരുങ്ങാം. നമ്മള് പ്രത്യേകമായിട്ട് ഈ ഒരു കെരിഗ്മ എന്നതിന്റെ വെർബാണ്. കെറിസോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മോട് പറഞ്ഞു, പിതാവും നമ്മൾ സൂചിപ്പിച്ചു. ആ കോഴ്സിലൂടെ കടന്നുപോയവർ ആ കോഴ്സ് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിക്കാനായിട്ട് ഇടവന്നു എന്ന് നമ്മളൊന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ കോഴ്സിന്റെ ആരംഭത്തിൽ. തീർച്ചയായിട്ടും ഈ 35 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കുന്നതാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ മാണി സാറിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ നിന്നാണ് നമ്മോടൊപ്പം ഉള്ളത്. മാണിച്ചേട്ടൻ ആദ്യം ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഒന്ന് പറയാമോ? ഈ ഒരു കോഴ്സ് മാണിച്ചേട്ടന് ഏത് വിധത്തിലാണ് ഉപകാരപ്രദമായത് എന്ന് ഒന്ന് പറയാമോ? ഞാൻ മാണി KM 43 വർഷമായിട്ട് വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞാനൊരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കൂടിയാണ്. ഭാര്യ, 2 മക്കള്, അവർ വിവാഹിതരാണ്, 4 കൊച്ചുമക്കളുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഈ കോഴ്സിലൂടെ കടന്നു കഴിഞ്ഞപ്പം ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ദൈവത്തിനൊരു പ്രത്യേക പ്ലാൻ ഉണ്ട്, പദ്ധതി ഉണ്ട് എന്നാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. താങ്ക് യു ഷിബു. ഓക്കെ, അടുത്ത റൗണ്ടിൽ മാണിച്ചേട്ടനോട് ഞാൻ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ അർത്ഥത്തെ കണ്ടെത്തുന്നതിന്, മനസ്സിലാക്കുന്നതിന് മാണിച്ചേട്ടന് ഇടയായി. അതുവഴി കുറെ കൂടി ജീവിതം മനോഹരമാകാൻ, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിട്ട് ഇടയായി എന്നാണ് മാണിച്ചേട്ടൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ അടുത്ത ഒരു ചെറുപ്പക്കാരനിലേക്ക് പോകാം. ബോംബെയിൽ നിന്നാണ് മിക്ക, നമ്മുടെ ഫ്രാൻസിസ് ചേട്ടന്റെ മോനാണ്. മിക്ക, ഈ ഒരു കോഴ്സിൽ മാണിച്ചേട്ടൻ ഓൺലൈൻ കോഴ്സിലും പിന്നെ മാണിച്ചേട്ടന്റെ വീട്ടിലുമാണ് ഞാൻ പോയി കൊടുത്തതെങ്കിൽ മിക്ക ഒരു ഫിസിക്കൽ കോഴ്സിൽ പങ്കെടുത്തതാണ്. ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ, കെറിഗ്മ എന്ന് പറയുന്ന കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ മിക്കായ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബോധ്യം എന്താണ്? എന്റെ പേര് മിക്ക. ഞാൻ ബോംബെ ടാറ്റ പവർ കമ്പനിയില് ബിസിനസ് ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്നു. വീട്ടിലെ പപ്പ, അമ്മ, 2 അനിയത്തിമാര്. ബിസിനസ് ഡെവലപ്മെന്റ് ടാറ്റ പവർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഫിസിക്കൽ കോഴ്സ് ആണ് ആദ്യമായിട്ട് കൂടുന്നത്. ഞാനത് ബോംബെയിലേക്ക് ആദ്യമായിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് കയറുന്നത്. എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ കരിഗ്മയിലൂടെ കടന്നുപോയപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചും മറ്റുള്ളവരോട് എങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു ആശയമാണ് എനിക്ക് ഇതിലൂടെ കിട്ടിയത്. പ്രത്യേകിച്ച് ആ ഒരു കോഴ്സ് കൂടി ഞാൻ ബോംബെ വന്നപ്പോൾ, പ്രത്യേകിച്ച് അക്രൈസ്തവർ കൂടുതലുള്ള ഒക്കെ മേഖലയിലാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത്. എന്തുവാണ് ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരോടും കൃത്യമായിട്ട് ഒരു ക്രിസ്തുവിനെ കുറിച്ച് ഒരു സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നതിൽ ആണ് കരിഗ്മ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുള്ളത്. താങ്ക് യു മിക്ക. മുമ്പ് പറഞ്ഞത് ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോയതിന്റെ ഫലമായി ബോംബെയില് ക്രൈസ്തവർ ധാരാളം ഇടത്ത് ജോലി ചെയ്യേണ്ടതിൽ ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തതയോടെ, ജോഷിയച്ചൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തതയോടെ, കൃത്യതയോടെ ആ ക്രിസ്തുവിനെ പങ്കുവെക്കാനായിട്ട്, കൊടുക്കാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. ഞാൻ കരുതുന്നതാണ് ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ ആ ക്രിസ്തുവിനെ ആഴത്തിൽ കണ്ടുമുട്ടുന്നതിന്, അനുഭവിക്കുന്നതിന്, എൻ്റെ മാണിച്ചേട്ടൻ പറഞ്ഞ പോലെ വിളി തിരിച്ചറിയുന്നതിന്, ഒപ്പം ക്രിസ്തുവിനെ പങ്കുവെക്കുന്നതിന് ഇടയായി എന്നുള്ളതാണ്. ഞാൻ ആ കൊച്ചിയിലുള്ള ഓമൽ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഓമൽ ചേച്ചി ഒന്ന് സ്വയം പരിചയപ്പെടുത്തി. ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ ഓമൽ ചേച്ചി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്താണ്, ഒന്ന് പറയാമോ? ഞാൻ ഓമൽ പീറ്റർ, വരാപ്പുഴ രൂപതയിലുള്ള സെന്റ് ജൂഡ് ദേവാലയ അംഗമാണ്, ഇടവക അംഗമാണ്. ഭർത്താവും 2 കുഞ്ഞുങ്ങളും അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. പിന്നെ ഈ കോഴ്സിൽ ഞാൻ കൂടിയപ്പോൾ എനിക്ക് ദൈവസ്നേഹത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും, പിന്നെ അത് കൂടുതൽ ദൈവസ്നേഹം അനുഭവം അത് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. താങ്ക് യു. അപ്പം ഓമൽ ചേച്ചി പറഞ്ഞത് ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ വ്യക്തിപരമായ സ്നേഹം നമ്മളെ അടിസ്ഥാന വ്യവസ്ഥയിൽ ഷൂബ് അല്ലെങ്കിൽ മിസിയോ, കെറിഗ്മ, LSS അതിലൂടെയൊക്കെ കടന്നുപോയ ആൾക്കാരാണ് നമ്മുടെ കോഴ്സിലുള്ളത്. അപ്പോൾ ദൈവത്തിന്റെ
ആ സ്നേഹം കുറെ കൂടി ആഴത്തിൽ അനുഭവിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, കൊടുക്കുന്നതിനൊക്കെ ഇടയായി എന്നാണ് ഓമൽ ചേച്ചി പറഞ്ഞത്. ഞാൻ ജോൺസണിലേക്ക് വരികയാണ്. ജോൺസൺ കാലടി അങ്കമാലിയിൽ നിന്നാണ്. ജോൺസൺ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ഈ ഒരു കോഴ്സിലൂടെ ജോൺസന് ലഭിച്ച, ജോൺസൺ എന്തൊരു തീരുമാനം എടുക്കാനാണ് ഈ കോഴ്സ്, ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനം എടുക്കാൻ ജോൺസന്റെ ജീവിതത്തെ സഹായിച്ചിട്ടുണ്ടോ? ഓക്കെ, തീർച്ചയായിട്ടും. എൻ്റെ പേര് ജോൺസൺ. വീട്ടില് ഭാര്യ, 4 കുട്ടികള്. കാലടിക്കകത്ത് ചേരനെല്ലൂർ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ്. ഈ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ, ശരിക്കും ഇതിനൊരു സമ്പൂർണ്ണ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ എന്റെ ജീവിതത്തിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒരു സുവിശേഷ പ്രഘോഷകനായി തീരുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഓരോരോ മിനിസ്ട്രികളിൽ പ്രവർത്തിക്കാൻ ഇടവന്നു. അങ്ങനെ ഓരോ മിഷന് പോകാനൊക്കെ ഇടവന്നു. അങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷകനായി തീർന്ന് പ്രവർത്തിക്കാനായിട്ട് സഹായകമായി ഈ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, ജോൺസൺ പറഞ്ഞ ഈ ഒരു കോഴ്സ് ജോൺസന്റെ ദൈവവിളിയെ തിരിച്ചറിയാൻ കുറെ കൂടി ആയിട്ട് മുഴുവൻ സമയവും സുവിശേഷത്തിന് വേണ്ടി ജീവിക്കാൻ ധാരാളം സ്ഥലങ്ങളിൽ മിഷന് പോയിട്ടുണ്ട് ജോൺസൺ. സുവിശേഷ പ്രഘോഷകൻ ഞങ്ങൾ ഒരുമിച്ച് ധാരാളം പരിശീലനത്തിനും പരിപാടികൾക്കും ഒക്കെ പോയിട്ടുണ്ട്. അതിന് സഹായകരമായി അടിസ്ഥാനപരമായ കോഴ്സാണ് എന്നാണ് ജോൺസൺ പറഞ്ഞത്. എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ 99-ലാണ് ഈ ഒരു കോഴ്സിൽ ഞാൻ പങ്കെടുക്കുന്ന. കോഴ്സിന്റെ തുടക്കക്കാരിയും ആദ്യം മുതലുണ്ടായിരുന്ന ആരിസ് കുട്ടി ചേച്ചി നമ്മോടൊപ്പം ഉണ്ട് താനും. അപ്പോൾ ആ കോഴ്സിൽ പങ്കെടുത്ത് കടന്നുപോയപ്പോൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ അടിസ്ഥാനപരമായ ഒരു ക്രൈസ്തവൻ എന്ന നിലയിലുള്ള എൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിയാനും കുറെ കൂടി സഭയെ സ്നേഹിക്കാനായിട്ടും അങ്ങനെ എൻ്റെ വിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇടയാക്കി എന്നുള്ളതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം. അടുത്ത മാണിച്ചേട്ടാ, ഞാനൊന്ന് ചോദിക്കുന്നത്, ഈ ഒരു 35 ആഴ്ച അന്ന് എനിക്ക് തോന്നുന്നു എത്ര ആഴ്ച ഓൺലൈനിൽ കടന്നുപോയെന്ന് എനിക്കറിയില്ല. ഫിസിക്കലായിട്ട് മാണിച്ചേട്ടൻ്റെ വീട്ടിൽ 3 ദിവസം ഞാൻ വന്ന് താമസിച്ചാണ് 2 പേർക്ക് വേണ്ടി, മാണിച്ചേട്ടനും വേറൊരു ചേട്ടനുണ്ട്, 2 പേർക്ക് വേണ്ടി ചെയ്തത്. ആ കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ ആ ഒരു കോഴ്സിന്റെ കണ്ടന്റിൽ കുറെ കൂടി ഹൃദയത്തിൽ തങ്ങി നിൽക്കും. ധാരാളം 10-35 വിഷയങ്ങളിലൂടെ കടന്നുപോയി. അതിൽ ഏത് വിഷയമാണ് മാണിച്ചേട്ടനെ കുറെ കൂടി സ്വാധീനിക്കാനായിട്ട് ഇടയായതെന്ന് പറയാമോ? എന്നെ ശരിക്കും പറയാണ് സ്വാധീനിച്ചത് അഷ്ടസൗഭാഗ്യങ്ങള്. അതും പിന്നെ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയും ഈശോയുടെ മരണമൊഴിയും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അത് ആ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ ശരിക്ക് ഹൃദയം ജ്വലിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് എന്നെ വളരെയധികം സ്വാധീനിച്ചത്. താങ്ക് യു. ഓക്കെ, മനുഷ്യനെ പറഞ്ഞത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ യേശുവിന്റെ പ്രഘോഷണത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൈവരാജ്യത്തെ കുറിച്ചുള്ളതും കർത്തൃപ്രാർത്ഥനയും യേശുവിന്റെ കുരിശിലെ അവസാനത്തെ 7 വാക്യങ്ങളും ആഴത്തിൽ സ്വാധീനിക്കാൻ, അതിപ്പോഴും പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാണിച്ചേട്ടൻ ആ ഒരു വികാരവും ആവേശവും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അടുത്ത മിക്കയിലേക്ക് വന്നു. മിക്ക ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയി. മിക്ക ഇന്ന് ജോലിയിൽ യൗവനത്തിൽ ഒരു യുവാവാണ്, ഒപ്പം ജോലി ചെയ്യുന്നു. ഇതിനിടയിൽ സുവിശേഷം പറയാൻ കഴിയത്തക്ക വിധത്തിൽ ഈ ഒരു കോഴ്സ് ഏത് വിധത്തിലാണ് മിക്കയെ സ്വാധീനിച്ചതെന്ന് പറയാവോ? ശിവചേട്ടാ, പ്രത്യേകം എടുത്തു പറയാനുള്ളത് പറയുമ്പം പലപ്പോഴും ഇവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് ക്രൈസ്തവനെ കുറിച്ച് ഇവർക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ തന്നെ മിക്കവർക്കും എന്തുവാണെന്ന് അറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഞാനവിടെ ചെല്ലുമ്പം രാവിലെ ബൈബിളൊക്കെ വായിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു വിചിത്രമായിട്ടാണ് അവരെ പ്രത്യേകിച്ച് കാണുന്നത്. അപ്പം എപ്പോഴും ചോദിക്കുന്നത് ക്രിസ്തു എന്തെന്നുള്ളതാണ്, എന്തുവാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മള് കരിക്മ കോഴ്സിലൂടെ പോകുമ്പം നിത്യസത്യങ്ങളെ കുറിച്ച് പോകുമ്പം വളരെ മനോഹരമായിട്ട് നമ്മളൊരു ഷോർട്ടായിട്ട് എന്തുവാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ഒരു സെന്റൻസ് അത് തന്നെ നമുക്കൊരു സുവിശേഷമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം അവർക്കൊരു ബ്രീഫായ ഒരു ഐഡിയയും കുറച്ചുകൂടെ അവർക്ക് എന്താണ് കൂടുതൽ അറിയാനൊരു താല്പര്യവും. പ്രത്യേകിച്ച് പലപ്പോഴും ഞാൻ കൂടെയുള്ള 3-4 ജോലിക്കാര് എന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നവര് അവരൊക്കെ പലപ്പോഴും കൂടുതൽ എങ്ങനെ നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, ഇത്ര ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെ കർത്താവിനെ കൂടുതൽ ആശ്രയിക്കാം. അവരെയൊക്കെ സംബന്ധിച്ച് അമ്പലത്തിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്നതിന് അല്ലാതെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പക്ഷെ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു ജീവിതമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക നമ്മള് ഈ കരിക്മയിലൂടെ കടന്നു പോകുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയും കൂടുതൽ അറിയാനൊരു വലിയ ഒരു പ്രവണത അവരുടെ ഉള്ളിൽ എന്നുവെച്ചാൽ കാണുകയും ചെയ്യാം. എന്നുവെച്ചാൽ ക്രിസ്തുവിനെ അവരെല്ലാവരും തേടുന്നു എന്നുള്ളതാണ് ഈ ഒരു കരിക്മ പറഞ്ഞു കൊടുക്കുമ്പം അവർക്ക് ആ ഒരു ക്രിസ്തുവിനെ തേടുന്നതിനുള്ള നമുക്ക് അതൊരു മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ,
മിക്ക നമ്മോട് പറഞ്ഞത് നമ്മൾ ഈ ഒരു 10 ആഴ്ച അല്ലെങ്കിൽ മിശോയിലാണ് 8 ആഴ്ച കാലം കരിക്ബ കോഴ്സിൽ നമ്മൾ പഠിച്ച ഒരു കണ്ടന്റ് ഉണ്ട്. ഒരു 8 വിഷയങ്ങളിലൂടെ കടന്നുപോയത്. ആ കണ്ടന്റ് എന്താണെന്ന് എങ്ങനെയാ രൂപപ്പെട്ടു വന്നതെന്ന് നമ്മൾ ആഴത്തിൽ പഠിക്കുന്ന ഈ സമയത്ത് ആ കണ്ടന്റ് നമ്മൾ ഒരാളോട് ഏറ്റവും ചുരുക്കത്തിൽ പങ്കുവെക്കുമ്പോൾ അവർക്ക് ആ വിശ്വാസം ജനിക്കാൻ ഇടയാകുന്നു എന്നുള്ളതാണ് മിക്ക നമ്മോട് പങ്കുവെച്ചത്. ഞാൻ ഓമൽ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്. ഓമൽ ചേച്ചി ഒരു കോഴ്സിലൂടെ കടന്നു പോയതിന്റെ ഫലമായി കുടുംബത്തിൽ ഏത് വിധത്തിലാണ് ഇതൊരു സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ? ഏതെങ്കിലും വിധത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനുള്ള ഒരു കൃപ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാറ്റം. കാരണം അതിനു മുൻപൊക്കെ ഇന്നിപ്പോ കുർബാനക്ക് പോയാൽ കുഴപ്പമില്ല, നാളെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ ഇതിനുശേഷം എനിക്ക് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കണം. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്വീകരിക്കും. ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ ഈശോയായിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എന്റെ ഓരോ ദിവസം കടന്നു പോകുന്നത്. അപ്പൊ ഈശോയെ വേദനിപ്പിക്കാതെ ഈശോയുടെ സ്വഭാവം ഒരംശമെങ്കിലും എന്റെ ഉള്ളിൽ വരണം എന്ന് പലപ്പോഴും ആഗ്രഹിക്കും. അപ്പൊ പലപ്പോഴും ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പതിയെ കൺട്രോൾ ചെയ്യാനും അങ്ങനെ ജീവിതം കൊണ്ട് ഒരു ചെറിയൊരു സാക്ഷിയായിട്ട് ജീവിക്കണം എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂദാശകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു മാമോദീസയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ സാധാരണ കൊച്ചിന്റെ പേരിടലൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ എനിക്ക് പിന്നെ ഒരു ബോധ്യം ലഭിച്ചത്, കാരണം നമ്മൾ മാമോദീസ എന്ന് പറയുന്നത് അവനെ സഭയിലെ ഒരു അംഗമാക്കിയാണ്, ഒരു ക്രിസ്ത്യാനിയാക്കിയാണ്. അപ്പൊ ആ കൂദാശയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ബോധ്യം. അപ്പൊ പലപ്പോഴും അങ്ങനെ കൂദാശകള് അപ്പൊ മാമോദീസയിൽ പോകുമ്പോഴേക്കും ആ കൂദാശ കൂടിക്കൊണ്ട്, അതേപോലെ വിവാഹത്തിന് പോകുമ്പോഴും ആ കൂദാശയ്ക്കാണ് പ്രാധാന്യം എന്നുള്ള ഒരു വലിയ ബോധ്യം. അതേപോലെ മരണത്തിനൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ സാധാരണ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം പ്രാർത്ഥിച്ച് തിരിച്ചുവരി ആ ഒരു കുർബാന, അവർക്ക് കുർബാന അർപ്പിക്കുന്നെങ്കിൽ അത് നമ്മളെ കുർബാനയിൽ പങ്കുചേർന്ന് അതാണ് അവരുടെ ഏറ്റവും വലിയ, അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന്, അങ്ങനെയുള്ള പല ബോധ്യങ്ങളും എനിക്ക് ലഭിച്ചു. ഓക്കെ, ഓമൽ ചേച്ചി നമ്മൾ പറഞ്ഞ ഈ കോഴ്സിലൂടെ കടന്നുപോയതിന്റെ ഫലമായി അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ, സഭയുടെ കൗദാശിക ജീവിതത്തിൽ ആഴമായി പങ്കുകാരാവാനും പങ്കുവറ്റാനും, സഭയോടുള്ള വലിയ സ്നേഹത്തിലും കൗദാശിക ജീവിതത്തിലും അതുവഴി ജീവിതം മുഴുവൻ പരിവർത്തനപ്പെടുത്തുന്നത് കുടുംബത്തിൽ ജീവിതത്തിൽ കാണാനിടയായി എന്നുള്ളതാണ്. ഞാൻ ജോൺസന്റെ അടുത്തേക്ക് വരികയാണ്. ജോൺസ, ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ ജോൺസനോട് സഭയോടുള്ള ബന്ധത്തിലും വളർച്ചയിലും ഏതെങ്കിലും വിധത്തിൽ കാര്യമായി സഹായിക്കാൻ ഇടയായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ചേട്ടാ, സഭയോടുള്ള ബന്ധത്തിൽ ഒത്തിരിയേറെ ആഴപ്പെടാനായിട്ട് ഇടവന്നു. കാരണം മാമോദിസയിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു കൃപയാണ്, സുവിശേഷ പ്രഘോഷണത്തിനുള്ള കൃപയാണ്, അതിനുള്ള ദൗത്യമാണെന്ന് തിരിച്ചറിയാനും അങ്ങനെ സഭയെ സ്നേഹിക്കാനും സഭയുടെ ശുശ്രൂഷകളിലെല്ലാം പങ്കാളിയാകാൻ ഇടയായിട്ടുണ്ട്. കുടുംബ യൂണിറ്റ് ഭാരവാഹിയായും അങ്ങനെ ഇടവകയിലും പ്രവർത്തിക്കാനും അങ്ങനെ ഓരോ മിനിസ്ട്രികളിൽ പ്രവർത്തിക്കാൻ, പിന്നെ അതുപോലെ സഭാ പഠനങ്ങൾ, ഇപ്പൊ ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ ചാക്രിക ലേഖനങ്ങളിലുള്ള പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്നുണ്ട്. അത് പഠിക്കാനായിട്ട് വന്നു. അതുപോലെ POCയിലൊക്കെ ഒരു വിത്ത് ഓഫ് മേഴ്സി എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിക്കാനായിട്ട് വന്നു. അതുപോലെ ഇപ്പൊ ഞങ്ങൾ BTH കോഴ്സ് ചെയ്യുന്നുണ്ട്, തിയോളജി പഠിക്കുന്നുണ്ട്. മംഗലപുരം സെമിനാറിൽ അതുപോലെ 2 വർഷത്തെ തിയോളജി കറസ്പോണ്ടൻസ് കോഴ്സ് പഠിച്ചു. ഇതൊക്കെ എന്റെ ജീവിതത്തെ കൂടുതലും സഭയായിട്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ, സഭ എന്താണെന്ന് മനസ്സിലാക്കാൻ, ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ സഭയെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും എനിക്ക് ഉറച്ചു നിൽക്കാനും സഭ എന്താണെന്ന് തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു പ്രചോദനമായി കൂടുതൽ സഭയോട് സ്നേഹം ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ജോൺസൺ പങ്കുവെച്ചത് ഈ ഒരു കോഴ്സിലൂടെ കടന്നുപോയപ്പോൾ സഭ എൻ്റെ അമ്മയാണെന്നും ആ അമ്മയോടൊപ്പം ജീവിക്കാനും അമ്മ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള വലിയ അവബോധം ജീവിതത്തിൽ ഭാഗമാകാനായിട്ടിടയായി. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഒരു തരത്തിൽ സഭയെ കുറെ കൂടി സ്നേഹിക്കാൻ, സഭയ്ക്ക് വേണ്ടി ജീവൻ കളയുന്നതിൽ, സമയം കളയുന്നതിൽ, സമ്പത്ത് കളയുന്നതിൽ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും വെറുതെ ആവില്ല എന്നും അത് ക്രിസ്തുവിനോടുള്ള സ്നേഹവും ബന്ധവുമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ആഴത്തിൽ പഠിക്കാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. അപ്പൊ ഇവരെല്ലാം നമ്മുടെ സമയത്തിന്റെ 9:59 10 മണിക്ക് നമ്മൾ തീർക്കേണ്ടതാണ്. എനിക്ക് നമ്മൾ 10:05 വരെ ചിലപ്പോൾ പോകുമായിരിക്കും. പാനൽ ഇപ്പൊ തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട്. നമ്മുടെ ഒരു ഫിസിക്കൽ കോഴ്സ് ഓൺലൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ബോധ്യങ്ങൾ, ഇവർ പറഞ്ഞ കാര്യത്തിന് വിളിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. നമുക്ക് ബോധ്യങ്ങൾ, യഥാർത്ഥ ക്രൈസ്തവ ബോധ്യം നമ്മളെല്ലാം ആഴപ്പെടുത്തുന്നതിന്, ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ എടുക്കുന്നതിന്, സഭയെ ആഴത്തിൽ സ്നേഹിക്കുന്നതിന്,
നമ്മുടെ കൗതാശിക ജീവിതമൊക്കെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിനാണ്. ഞാൻ വിചാരിക്കും, ഞാൻ വീട്ടിൽ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും കൊച്ചു പിള്ളേരടക്കം പള്ളിയിൽ പോകും, 2 ആഴ്ചയിലൊരിക്കൽ സംസാരിക്കും. അങ്ങനെയൊക്കെ കടന്നു പോകാൻ എന്നെ പരിശീലിപ്പിച്ചത് ഈ കോഴ്സാണ്. ഇതിലൂടെ കടന്നുപോയി ഇത് ആഴത്തിൽ എത്രയോ തവണ 99 2000 മുതൽ ആലിസാൻഡിയോട് കൂടെയുള്ള ജീവിതത്തിൽ എത്രയോ തവണ 100 150 200 പ്രാവശ്യമാവില്ല ഞാൻ ഈ കോഴ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഓരോ പ്രാവശ്യം കടന്നു പോകുമ്പോഴും ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കാനായിട്ട് എന്റെ ജീവിതത്തെ സുവിശേഷമായി തീരാനായിട്ട് ഇടവരുന്നു എന്നുള്ളതാണ്. ഞാൻ അപ്പസ്തോല പ്രവർത്തനം 28-ാം അധ്യായം 31-ാമത്തെ തിരുവചനം ഒന്ന് വായിക്കുകയാണ്. അവൻ ദൈവരാജ്യം പ്രഘോഷിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ ധൈര്യത്തോടെ നിർബാധം പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ദൈവവചനം. അത് പുതിയ പഠന ബൈബിളിൽ ജോഷിയച്ചനങ്ങളെ രൂപപ്പെടുത്തിയ PUCയുടെ പുതിയ പഠന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അപ്പസ്തോല പ്രവർത്തനം 28:31 അതിന്റെ കുറിപ്പായി കൊടുത്തിരിക്കുന്നത് കെരിസോ എന്നാണ്. അതായത് യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിച്ചു. ജോഷിയച്ചനും പിതാവും എല്ലാം നമ്മളോട് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തെ കുറിച്ച്, ഒപ്പം ക്രിസ്തു സംഭവത്തെ കുറിച്ച്, അപ്പസ്തോലന്മാരുടെ പ്രഘോഷണത്തെ കുറിച്ച് നിർബാധ സഭ നമ്മയോട് പറയുന്ന, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭാപ്രബോധനത്തിൽ ആഴപ്പെട്ട് ദൈവരാജ്യം പ്രഘോഷിക്കേണ്ടതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മൾ ഈ 35 ആഴ്ച കൊണ്ട് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാവർക്കും പറയാനുണ്ടാവുന്ന കാര്യം അത് തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാൽ സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ പോവുകയാണ്. 35 ആഴ്ച മുടങ്ങാതെ നമ്മൾ എല്ലാ ബുധനാഴ്ചയും 9 തൊട്ട് 10 വരെ ഇവിടെ വരികയും നമ്മൾ ഈ കേട്ട കാര്യം ഒരാഴ്ച നമ്മളൊന്ന് വായിക്കുകയോ ധ്യാനിക്കുകയോ വീണ്ടും ഒന്ന് നമ്മുടെ മനസ്സിലൂടെ കടത്തിക്കൊണ്ടുപോവുകയോ, നിങ്ങളുടെ നോട്ട്ബുക്കും പേനയൊക്കെ വെച്ച് ഒന്ന് കുറിച്ചു വെക്കുകയും എന്നിട്ട് അത് വീണ്ടും ഒരാഴ്ച കൊണ്ട് നിങ്ങൾ തന്നെ, നമുക്ക് വേറെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളോ ഒന്നും ഉണ്ടാവില്ല, അതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ പരിവർത്തനപ്പെടുത്തും എന്നത് 100% നമുക്ക് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഈ ഒരു കെരിസോ അല്ലെങ്കിൽ കെരിക്മ എന്ന് പറഞ്ഞ ഈ അടിസ്ഥാന സുവിശേഷ സന്ദേശം ആഴത്തിൽ നമ്മൾ ജീവിതത്തിൽ ഉറപ്പിക്കാനായിട്ട് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. പ്രധാനപ്പെട്ട 1-2 അറിയിപ്പുകളുണ്ട്. ഈ കോഴ്സ് ശിവചേട്ടൻ പറഞ്ഞതുപോലെ 35 ആഴ്ച നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഇന്ന് അതിന്റെ പ്രാരംഭ ഉദ്ഘാടന ശുശ്രൂഷകൾ മാത്രമാണ് നടന്നത്. അടുത്ത ആഴ്ച മുതൽ കൃത്യമായ ക്ലാസ്സുകളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളാണ് എല്ലാ ആഴ്ചയിലും ഉണ്ടായിരിക്കുക. എല്ലാ ബുധനാഴ്ചയും 9 മുതൽ 10 വരെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ആ കോഴ്സിൽ എല്ലാവരും എല്ലാ ആഴ്ചയും കൃത്യമായി പങ്കെടുക്കുവാൻ ശ്രദ്ധിക്കണം. കാരണം ഈ കോഴ്സ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കോഴ്സാണ്. വിട്ടുപോയാൽ നിങ്ങൾക്ക് അത് ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയില്ല, ക്ലാസ് മനസ്സിലാകാതെ വരും. അതുകൊണ്ട് അതിനെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ അറ്റൻഡൻസ് എടുക്കുന്നതായിരിക്കും. 3 ആഴ്ച അടുപ്പിച്ച് ക്ലാസ്സിൽ സംബന്ധിക്കാതിരിക്കുന്നവരെ ഈ കോഴ്സിന്റെ പ്രോഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ടല്ല, ഈ കോഴ്സ് അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ തീർച്ചയായും നിങ്ങൾ എല്ലാ ആഴ്ചയിലും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആനിമേറ്ററായ അച്ഛനുണ്ട്. അച്ഛൻ ഇപ്പോൾ നമുക്ക് വേണ്ടി സന്ദേശം 2 വാക്ക് സംസാരിച്ച് നമ്മളെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതാണ്. അച്ഛാ, മനോജ. ശരിയേട്ടാ. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഈ കോഴ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ കോഴ്സിനെ കുറിച്ച് ഇവിടെ ഓരോരുത്തരും പറയുകയുണ്ടായി, ഇതിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഇത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജോഷിയച്ചനും പിതാവും ഒക്കെ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എന്താണ് ഈ കോഴ്സിന്റെ പ്രസക്തി എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രിയമുള്ളവർ, ഇന്നത്തെ കേരളത്തെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മള് സഭയുടെ സംരക്ഷകരെന്ന നിലയിൽ, സഭയുടെ വക്താക്കൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെന്ന നിലയിൽ ഒത്തിരി ഗ്രൂപ്പുകളിലൂടെ പരസ്പരം ചെളിവാരി ചേർത്തേക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് ഇതിലൂടെ അവര് സഭയെ രക്ഷിക്കുകയാണ്, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നുള്ളത്. വളരെ മോശമായ ഭാഷ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും. ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല സഭയെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. അവരിലൂടെ ഒരുപക്ഷെ അവരിലൂടെയൊക്കെ ഒരുപക്ഷെ പിശാച് അല്ലെങ്കിൽ ദുഷ്ടാരൂപിയാണോ പ്രവർത്തിക്കുന്നത് പോലും അവരുടെ ഭാഷകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഇത്തരത്തിൽ സഭയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നും സഭയ്ക്ക് വേണ്ടി സഭയുടെ വക്താക്കളാകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ
മനസ്സിലാക്കാനും അതിന് നേരായ ഒരു പരിശീലനം ആവശ്യമാണ് എന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അതാണ് നമ്മൾ ഓരോ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഈശോ സഭാ വൈദികനാണ്. ഈശോ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഞങ്ങളുടെ സഭാസ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോളയും ഇത് തന്നെയാണ് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. സഭയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു മാർട്ടിൻ ലൂതറിന്റെ വിപ്ലവകരമായിട്ടുള്ള ആ പ്രവർത്തനം. അദ്ദേഹം സഭയിൽ വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ സഭയ്ക്ക് മാറ്റം ആവശ്യമാണെന്നും സഭയിലെ വളരെ മോശമായ അവസ്ഥകൾ മാറണമെന്നും ഉള്ള ബോധ്യത്തോടു കൂടെ സഭയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് സഭയെ നവീകരിക്കാൻ പ്രവർത്തിച്ച വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം മനസ്സിലാക്കിയത് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടും അവരെ ബോധ്യമില്ലാത്തത് കൊണ്ടുമാണ്. ഇന്ന് കേരള സഭയിൽ സംഭവിക്കുന്നതും അതുതന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് സഭയെ സംരക്ഷിക്കേണ്ടതും എന്നും സഭയ്ക്ക് നേരായ മാർഗം നൽകേണ്ടതെന്നും മറ്റുള്ളവരെ സഭയിലേക്ക് നയിക്കേണ്ടതെന്നും പലർക്കും അറിയുന്നില്ല. അവർക്ക് തോന്നിയ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ പറയുന്നത് വളരെ കഠിനമായ കുറച്ച് കൂടി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സഭയുടെ വക്താക്കളായിട്ടുള്ള നമ്മുടെ അധികാരികൾ പോലും അവരുടെ ഇത്തരത്തിലുള്ള ഭാഷകളെ തിരുത്താനോ അല്ലെങ്കിൽ അവരെ കർശനമായി ശാസിക്കാനോ അല്ലെങ്കിൽ അവരെ നിലനിർത്തി നിർത്താനോ പോലും പലപ്പോഴും മുൻകൈ എടുക്കാത്ത അവസ്ഥ പോലും കാണുമ്പോൾ വളരെ നിരാശ തോന്നുന്നു, വളരെ വേദന തോന്നുന്നു, ദുഃഖം തോന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരള സഭ കടന്നു പോകുന്നത്. അപ്പോൾ കേരള സഭയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, കേരള സഭയിൽ മാത്രമല്ല മറ്റുള്ളവർ, നമുക്ക് ഓരോരുത്തർക്കും സഭയെ എങ്ങനെയാണ് നയിക്കേണ്ടത് അല്ലെങ്കിൽ സഭയ്ക്ക് നേതൃത്വം നൽകാൻ എങ്ങനെയാണ് സാധിക്കുക, സഭയിലൊരു ഏറ്റവും വിശ്വാസിയായിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക, സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ കാര്യങ്ങളും എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിലും മറ്റുള്ളവർക്കത് ഒരു അനുഭവമായി കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക എന്ന് കാണിച്ചു തരുന്നതാണ് ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം. അദ്ദേഹം അത്തരത്തിലുള്ള ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം അത്രയും പ്രായമായപ്പോൾ അദ്ദേഹം പാരീസ് സർവകലാശാലയിൽ ചേർന്ന് പഠിക്കുകയും അന്നത്തെ കാലത്ത് MA ബിരുദം കരസ്ഥമാക്കുകയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് 6 പേരെ കൂടെ ചേർത്തുകൊണ്ട്, അതിലൊരാളാണ് ഫ്രാൻസിസ് സേവർ എന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാവരും തന്നെ MA ബിരുദമുള്ളവരാണ്. അത്രമാത്രം ഉന്നതമായ വിദ്യാഭ്യാസത്തോടുകൂടെ അവർ സഭയ്ക്ക് നവീകരണം നൽകുവാനായിട്ട് മാർപ്പാപ്പയ്ക്ക് സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സഭയെ അത്തരത്തിൽ നവീകരണം നൽകേണ്ടത് ആവശ്യമാണെന്ന് അന്നത്തെ മാർപ്പാപ്പ മനസ്സിലാക്കി അവരെ ഓരോ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. അതിലൂടെ സഭയെ പിടിച്ചു നിർത്താനും സഭയ്ക്ക് നേരായ ദിശാബോധം നൽകുവാനും അവർക്ക് സാധിച്ചു. ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് അത് തന്നെയാണ്. ഈ നേരായ ദിശാബോധം നൽകാനായിട്ട് അനുയോജ്യമായ പരിശീലനം ലഭിച്ചവര് ആവശ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും, നമ്മൾ സഭയുടെ അംഗങ്ങൾ എന്ന നിലയിൽ ഓരോരുത്തരും ആ പരിശീലനം നേടേണ്ടത് ആവശ്യമാണ്. നേരായ പരിശീലനം നമ്മളെ നേരായ ബോധ്യത്തിലേക്ക് നയിക്കും. നേരായ ബോധ്യം നമ്മളെ നേരായ ദിശാബോധം നൽകുന്നവരാക്കി നമ്മളെ മാറ്റും. ഈ നേരായ ബോധ്യമില്ലാത്തവർ ദിശാബോധം നൽകുമ്പോഴാണ് കുരുടൻ അന്ധനെ നയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അവരെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ അവരെ വളരെ ശാസിക്കുന്ന രീതിയിൽ ഫരിസേയരെയും നിയമജ്ഞരെയൊക്കെ ശാസിക്കുന്നത് നമ്മൾ സുവിശേഷങ്ങളിലൂടെ കാണുന്നുണ്ട്. ഈ ഒരു അവസ്ഥ സഭയിൽ ഇന്ന് നിലനിൽക്കുന്നത് സഭയിലുണ്ടെങ്കിൽ അത് മാറാൻ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ റിസോഴ്സ് ടീം എല്ലാവരും ഇതിനു വേണ്ടി അവരുടെ സമയം ചെലവഴിക്കുന്നതും അവരുടെ അറിവും ബോധ്യവും ഒക്കെ അവർ പ്രയോജനപ്പെടുത്തുന്നു. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഒരു മുതൽക്കൂട്ടാണ് എന്ന ബോധ്യത്തോടു കൂടെ നമ്മൾ ഈ കോഴ്സിൽ പങ്കെടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഞാൻ അഭ്യർത്ഥിക്കുക. അത്തരത്തിൽ ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ, പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്കും നേരായ ദിശാബോധം ലഭിക്കുകയും നമുക്ക് മറ്റുള്ളവരെ നയിക്കാൻ നേരായ ബോധ്യം നമുക്കുണ്ടാകുകയും ചെയ്യും. അത്തരത്തിൽ നേരായ ബോധ്യത്തിലൂടെ മറ്റുള്ളവരെയും നേരായ ദിശയിലേക്ക് നയിക്കാൻ നമ്മൾ പര്യാപ്തരാക്കും. ആ പര്യാപ്തത നമ്മൾ നേടിയെടുക്കുന്നതിന് ശേഷം വേണം നമ്മൾ മറ്റുള്ളവർക്ക് ദിശാബോധം നൽകാൻ എന്നതാണ് ഈ കോഴ്സിന്റെ അർത്ഥമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ ചേരുന്ന എല്ലാവരെയും ഹൃദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിലൂടെ നമ്മുടെ സഭയ്ക്ക് നല്ലൊരു നവീകരണം സാധ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
അത് സാധ്യമാകാൻ വേണ്ടി നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഉത്തമ ബോധ്യമാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കോഴ്സിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സഭയിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് ഉള്ള തിരിച്ചറിവോടുകൂടെ നമ്മൾ ഓരോരുത്തരും ഇതിൽ പങ്കുചേരുകയും ഇതിൽ നിന്ന് ലഭിക്കുന്ന ബോധ്യങ്ങൾ മറ്റുള്ളവർക്കും നൽകുവാൻ നാം നമ്മെ തന്നെ പര്യാപ്തരാക്കുകയും ചെയ്യുക എന്നതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നയിക്കുന്ന നമ്മുടെ റിസോഴ്സ് ടീം അംഗങ്ങളെ ഓരോരുത്തരെയും അവരെ അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കുടുംബങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് ചിലവഴിക്കേണ്ട സമയമാണ് അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അവരോട് നമുക്ക് എപ്പോഴും കൃതജ്ഞതയും കടപ്പാടും ഉണ്ടാകേണ്ടതാണ് എന്നതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഇത് പ്രയോജനപ്രദമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ധാരാളം ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയും അതോടൊപ്പം നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരുടെയും നവീകരണത്തിന് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാനിരതരാകാം. ഈ കോഴ്സിന്റെ ആരംഭം എന്ന നിലയിൽ ഈ കോഴ്സിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ബോധ്യം നമ്മളൊരു കുടുംബമാണ് എന്നുള്ളതാണ്. ആ കുടുംബമായി നമ്മൾ ഇതിൽ പങ്കുചേരുകയാണ്. ഒരു വള്ളത്തിൽ ഒരു വലിയൊരു കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. യാത്ര ആരംഭിച്ചിരിക്കുന്നു. കാറ്റും കോളും പ്രതികൂല സാഹചര്യങ്ങളും നമുക്കുണ്ടാകും. പക്ഷേ അവിടെയെല്ലാം കർത്താവ് വള്ളത്തിലുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ആ കപ്പലിൽ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. കാറ്റാകട്ടെ, മഴയാകട്ടെ, തിരമാലകളാകട്ടെ എല്ലാം നമുക്ക് ചുറ്റും ഉണ്ടാകും. പക്ഷെ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് ആ വള്ളത്തിൽ എന്നുള്ള ബോധ്യത്തോടു കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബമായി നമുക്ക് യാത്ര തുടരാം. യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഈ യാത്ര അവസാനിക്കുന്നത് വരെ നമ്മളെല്ലാവരും ഒരു കുടുംബമായി മുന്നേറുവാൻ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ സർവേശ്വര, ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ മക്കളാണെന്നുള്ള ബോധ്യത്തോടു കൂടെ നിരന്തരം അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം ഏറ്റവും ഉചിതമായ രീതിയിൽ മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കൽ ആ ബോധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടു ചെല്ലുവാനും ആ ബോധ്യത്തിൽ നിന്ന് മറ്റുള്ളവരെയും അങ്ങയുടെ അടുക്കിലേക്ക് നയിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമായ കഴിവും കൃപയും അവിടത്തോട് ഞങ്ങൾ യാചിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് എളിമയും വിനയവും ദൈവസ്നേഹവും അവിടുത്തെ അടിയുറച്ച വിശ്വാസവും ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ക്ലാസ്സുകളിലൂടെ ഞങ്ങൾക്ക് അവയെല്ലാം ലഭിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ക്ലാസ്സിൽ തുടരുമ്പോൾ ഞങ്ങൾക്ക് അതെല്ലാം ലഭിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകൾ നയിക്കുന്ന റിസോഴ്സ് ടീം അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കൃപ നൽകണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി തീർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന് നൽകുന്നവരായി തീരുവാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങളിലൂടെയും ആ ചൈതന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഒരു 1000 തിരിയായി തീരുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുത്തെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് യാത്ര തുടരാം. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും നല്ല ഒരു സന്ദേശം നൽകുകയും ഞങ്ങളെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും എല്ലാം ചെയ്തതിന് നന്ദി പറയുന്നു. അച്ഛൻ നമ്മളാണ്. അടുത്തതായിട്ട് ആണ് അത് നന്ദി അർപ്പിക്കുന്നത് ജെനി KG ആണ്. നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രി ട്രസ്റ്ററാണ്. ജെനി ചേട്ടനെ നമുക്ക് വിളിക്കാം.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സമയം നമ്മൾ കുറച്ച് 15 മിനിറ്റ് നമ്മൾ പറഞ്ഞതിൽ നിന്ന് വൈകി. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സെഷൻ ആയതുകൊണ്ടാണ് അത്. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഇത് വായിച്ചു പോയി, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ സെഷനെ കടന്നു പോയപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത കാർഡിനൽ സൂനസ് പറയുന്ന ഒരു വാക്കാണ്, ആർക്കെങ്കിലും വായിക്കാൻ ലഭിക്കുന്ന ഏക സുവിശേഷം നിങ്ങളുടെ ജീവിതമായിരിക്കാമെന്ന്. ഞാൻ അത് പെട്ടെന്ന് ഓർക്കാനുള്ള കാരണം മിക്ക പറഞ്ഞു പോയപ്പോഴാണ്. മിക്ക അങ്ങനെയുള്ള സാഹചര്യത്തിലാണല്ലോ ജീവിക്കുന്നത്. ജോലി ചെയ്യുന്ന നേരത്ത് അധികം യേശുവിനെ കുറിച്ച് വലിയ എല്ലാവർക്കും അറിയാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്താണ്. അവിടെ മിക്കയുടെ ജീവിതം സുവിശേഷമായി മാറുന്നത് കൊണ്ടാണ്, ജീവിതം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് കൊണ്ടാണ് അവിടെ അവർക്ക് യേശുവിനെ കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് കൂടുതൽ താല്പര്യം ജനിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സുവിശേഷമാകണമെങ്കിൽ യേശുവിനെ ആഴത്തിൽ അറിയണം, അനുഭവിക്കണം, സ്വന്തമാക്കണം. അങ്ങനെയാണ് നമുക്ക് പ്രഘോഷകരാകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് വന്ന് നമ്മുടെ ഈ കോഴ്സിൽ സ്വാഗതം പറഞ്ഞ ഹോളി ഹോം മിനിസ്ട്രിയുടെ സെക്രട്ടറി ജിയോ ചേട്ടന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. അതോടൊപ്പം അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് നല്ലൊരു മെസ്സേജ് നൽകിയ ഹോളി ഹോം മിനിസ്ട്രിയുടെ ചെയർമാനായിട്ടുള്ള ഷിജു ജോസഫേന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ സെഷൻ ആമുഖം നമുക്ക് നൽകിയത് ബഹുമാനപ്പെട്ട ജോഷി മയ്യാറ്റിൽ അച്ഛനാണ്. അച്ഛൻ കെരിസോ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ പ്രഘോഷിക്കുന്ന, യേശുവിനെ സ്വന്തമാക്കിയ യേശുവിനെ ആണെന്നുള്ളത് നമ്മളോട് പങ്കുവച്ചു. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. അടുത്ത് നമ്മുടെ ഉദ്ഘാടകനായ നമ്മുടെ ബഹുമാനപ്പെട്ട അഭിവന്ദ്യ ബിഷപ്പ് അലക്സ് വടക്കുന്തല പിതാവാണ്. പിതാവ് നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമായത് എല്ലാ അനുഗ്രഹാശിസുകളോടെയും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഈ ഒരു കോഴ്സ് തുടങ്ങുന്നതിന് കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മുമ്പ് പിതാവ് എന്നെ വിളിച്ച് ഇങ്ങോട്ട് ഓർപ്പിക്കാറ്, കൃത്യസമയത്ത് ഞാൻ കയറിക്കോളാട്ടോ എന്ന് പറഞ്ഞു, 9:30 എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിതാവ് ഇങ്ങടേക്ക് വിളിച്ച്, അതുപോലെ അത്രയേറെ ഇൻട്രസ്റ്റോടെയാണ് പിതാവൊക്കെ നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ പിതാവ് വന്ന് നല്ലൊരു മെസ്സേജ്, വചനം പഠിക്കേണ്ടതും വചനത്തിൽ ആഴപ്പെടുന്നതും യേശുവിനെ സ്വന്തമാക്കേണ്ടതൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു നൽകി. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയൊക്കെ പറഞ്ഞു നൽകി. അങ്ങനെ ഇത് വന്ന് ഉദ്ഘാടനം ചെയ്ത, ഈ കോഴ്സ് ഉദ്ഘാടനം ചെയ്ത പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ പാനൽ സെഷൻ കോർഡിനേറ്റ് ചെയ്ത ഷിബുച്ചേട്ടനും പാനൽ സെഷനിൽ പങ്കെടുത്ത മിക്കയ്ക്കും ജോൺസനും മാണിച്ചേട്ടനും ഓമൽ ചേച്ചിക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ അവസാനം നമുക്ക് നല്ലൊരു മെസ്സേജ് നൽകി നമ്മളെ പ്രാർത്ഥിച്ച് ആശീർവദിച്ച നമ്മുടെ ആനിമേറ്റർ ആയ ഇമ്മാനുവൽ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ, അച്ഛൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഏത് രാത്രി വിളിച്ചാലും ഏത് നേരത്തും അച്ഛൻ നമ്മുടെ കൂടെയുള്ള അച്ഛനാണ്. അപ്പൊ അച്ഛന് ഏറ്റവും സ്നേഹമായിട്ട് ഇമ്മാനുവൽ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം മുഴുവൻ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിയ നമ്മുടെ ടീം അംഗങ്ങൾക്കും, അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം MC നിർവഹിച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫ്രാൻസിസ് എണ്ണും, അതോടൊപ്പം ഗാനം ആലപിച്ചവർക്കും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് വന്ന് പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും സ്നേഹത്തോടെ യേശുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ സമയം 19 മിനിറ്റ് ലേറ്റ് ആണ്. വളരെ സോറി. നമുക്ക് എൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഷിജു വേറെ ഒന്നുമില്ല. കുരിശ് വരച്ചോണ്ട് നമുക്ക് നമ്മുടെ കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് അവസാനിപ്പിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.